ട്രാൻസിഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടിയല്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തത് നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ യൂസ് ചെയ്ത് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ഡിഷാണിത്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം നൂഡിൽസ് എടുക്കുക. ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് ഫോൺ എടുക്കാൻ മറക്കരുത്. പിന്നെ തിളച്ചതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായി തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് നൂഡിൽസ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം. ഞാനിതിലേക്ക് ബട്ടറിലാണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. ഇതൊക്കെ ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടതാണ്. നെക്സ്റ്റ് ഈ ട്രാൻസാക്ഷൻ അത് പാളിപ്പോയി എനിക്കറിയാം, സോറി ഗൈസ്. ഇത്ര വെജിറ്റബിൾസ് എൻ്റെ അടുത്തുള്ളൂ, അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ മുതലാണ് ഗൈസ് നമ്മളുടെ എല്ലാ പ്ലാനും എല്ലാം തകിടാൻ പറയുന്നത്. ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ട് ഹൈ ഫ്ലെയിംസിലാണ്, ശരിയാണ് അവർ പറയുന്നത്, ഹൈ ഫ്ലെയിംസിലാണ് ചൈനീസ് ഫുഡൊക്കെ കുക്ക് ചെയ്യാമെന്ന്. ഞാനും അത് കേട്ട് അതേമാതിരി ചെയ്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് എല്ലാം ചെയ്തിട്ട് എല്ലാം കണ്ടല്ലോ നിങ്ങൾ, അതേമാതിരി കുളമായിപ്പോയി. ഒന്ന് ചെറുതായിട്ട് നല്ല അത്യാവശ്യം രീതിയിൽ കരിഞ്ഞു പോയി. പിന്നെ അങ്ങോട്ടൊരു ധൃതിയായിരുന്നു, ഇളക്കലും അതും ഇത്തും. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്ത്, അതിൻ്റെ ഇടയിലും എൻ്റെ മെയിൻ സംഭവം വീഡിയോ എടുക്കലായിരുന്നു. എന്നാലും കുറച്ചൊക്കെ കരിഞ്ഞു പോയി. പിന്നെ നമ്മൾ നൂഡിൽസ് അത് ആഡ് ചെയ്ത് കൊടുത്ത് ഇപ്പോഴേ ഈ സ്റ്റെപ്പിൽ എനിക്കറിയാം എന്തായാലും ടേസ്റ്റ് ഉണ്ടാകാൻ പോണില്ല, കരിഞ്ഞതിൻ്റെ ചൊയ ഉണ്ടാവും എന്നൊക്കെ അറിയാം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ സോയാ സോസും കെച്ചപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ചെറിയൊരു കരിഞ്ഞ ചൊയയുള്ളതിനെ കൊണ്ട് ആർക്കും വേണ്ടതിന്, അതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് തിന്നുട്ടോ ഗൈസ്.